ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വർഗാവകാശികളും നരകാവകാശികളും ഒരിക്കലും തുല്യരാവുകയില്ല. സ്വർഗാവകാശികളത്രേ വിജയം വരിച്ചവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സ്വർഗാവകാശികളാകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ധാരാളമായി പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. റബീഉൽ അവ്വൽ 12-നോടനുബന്ധിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നബിദിനാഘോഷത്തിന്റെയും അതിന്റെ ഭാഗമായുള്ള വർണ്ണശബളമായ ഘോഷയാത്രകളുടെയും കലാപ്രകടനങ്ങളുടെയും മൗലിദ് സദസ്സുകളുടെയുമെല്ലാം ബഹളങ്ങൾ ഏതാണ്ട് കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്. അവയിലെ ശരിതെറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മാറ്റിവെച്ചാലും ഇത്തരമൊരു വേളയിൽ നമ്മുടെയൊക്കെ സജീവ ശ്രദ്ധയിൽ പതിയേണ്ടുന്ന ഗൗരവതരമായ ചില വിഷയങ്ങളുണ്ട്. റബീഉൽ അവ്വൽ പ്രഭാഷണങ്ങളിൽ പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത് അത്ഭുത സിദ്ധികളുടെ ഉടമയായ അമാനുഷ്യനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ്. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചപ്പോൾ ഉണ്ടായെന്ന് പറയപ്പെടുന്ന അത്ഭുത കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ അവിടുത്തെ ശരീരപ്രകൃതിയെയും ഇന്നും തെളിയിക്കുവാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഷഹറ മുബാറക്കിനെയും സംബന്ധിച്ചുമെല്ലാമുള്ള ചർച്ചകളാണ് പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത്. അതേസമയം റസൂലുള്ളായ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചോ സ്നേഹം എന്നതിലുപരി അവിടത്തോട് നമുക്കുണ്ടാകേണ്ടുന്ന ബന്ധത്തിന്റെ സ്വഭാവത്തെയും ആഴത്തെയും പരപ്പിനെയും സംബന്ധിച്ചോ കാര്യമായൊന്നും നമ്മൾ കേൾക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാറില്ല. അതുപോലെ തന്നെ തറക്തു ഫീകും അംറൈൻ ലൻ തളല്ലു മാ തമസ്സക്തും ബിഹിമാ, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്, അവയെ പിന്തുടരുന്നിടത്തോളം കാലം നിങ്ങൾ വ്യതിചലിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ആ രണ്ട് കാര്യങ്ങൾ, അഥവാ കിതാബുല്ലാഹി വ സുന്നത്ത നബീഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ പ്രവാചകന്റെ ചര്യയും, അതിനെ സംബന്ധിച്ചും വേണ്ട വിധം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നതൊരു വസ്തുതയാണ്. മറ്റൊരു വിധം പറഞ്ഞാൽ പലവിധ ഹാവഭാവങ്ങളോടുകൂടി ഹുബ്ബുർ റസൂൽ പ്രകടിപ്പിക്കുമ്പോഴും ആ ഹുബ്ബുർ റസൂലിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഈമാനും ബിർ റസൂൽ, ഇത്തിബാഉം ബിർ റസൂൽ, ഇതാഅത്തുർ റസൂൽ എന്ന് തുടങ്ങിയ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ തേട്ടത്തെ സംബന്ധിച്ച് നമ്മൾ അറിയാതെയോ ചിന്തിക്കാതെയോ പോകുന്നു എന്നതൊരു വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള സ്ഥാനവും സ്വാധീനവും അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സത്യസാക്ഷ്യ വചനത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ഒരാൾ ഉരുവിട്ടത് കൊണ്ട് അയാൾ വിശ്വാസിയാവുന്ന പ്രശ്നമില്ല. അതോടൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുകൂടി പറയുന്നതോടുകൂടിയാണ് ഒരാൾ ഇസ്ലാമിക വൃത്തത്തിൽ ഉൾപ്പെടുന്നത്. ഈ ഒരു പ്രഖ്യാപനം, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനം അർത്ഥപൂർണമാകണമെങ്കിൽ
അള്ളാഹുവിന്റെ റസൂലിലുള്ള ഈമാൻ, അതുപോലെ തന്നെ ആ റസൂലിനോടുള്ള ഹുബ്ബ്, ആ റസൂലിനോടുള്ള ഇത്തിബാ, ഇത്വാഅത്ത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കാൾ സ്നേഹിക്കേണ്ടുന്ന, നമ്മേക്കാൾ വേണ്ടപ്പെട്ടവനായ, നമ്മുടെ കാര്യത്തിൽ നമ്മേക്കാളും അധികാരമുള്ളവനായ വ്യക്തിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിക്കുവാൻ കഴിയുമ്പോഴാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത പ്രാപിക്കുവാൻ, യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നിങ്ങളെക്കാൾ വേണ്ടപ്പെട്ടവൻ, നിങ്ങളെക്കാൾ പ്രിയപ്പെട്ടവൻ, നിങ്ങളെക്കാൾ അടുത്തവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നിങ്ങളെക്കാൾ ഔല, ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്. ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ബന്ധമാണ് ആ പ്രവാചകനോട് നിങ്ങൾക്കുള്ളത്. ഏതൊരു കാര്യത്തിലും എല്ലാ സത്യവിശ്വാസികളും നിർബന്ധമായി പാലിക്കേണ്ടുന്ന മര്യാദയാണ് ഇത് എന്നും, ആ ഒരു പദവിയിലേക്ക് ഉയർന്നു നിൽക്കുവാൻ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ വഴികേടിൽ അകപ്പെടുക എന്നതായിരിക്കും അതിന്റെ അനന്തരഫലം എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സകലതിനേക്കാളും, അത് നമ്മുടെ ഭാര്യ സന്താനങ്ങളാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, സമ്പത്താകാം, എന്ന് വേണ്ട എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടേത് എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ള സകല കാര്യങ്ങളെക്കാളും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പ്രിയപ്പെട്ടതാവുകയും നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മോഹങ്ങളും താല്പര്യങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന സുന്നത്തിനോട്, റസൂലിന്റെ ചര്യയോട് ഒത്തുവരികയും ചെയ്യുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജഅതു ബിഹി. വിവിധങ്ങളായ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ആ ഒരു യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നില്ല, ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജഅതു ബിഹി, ഞാൻ കൊണ്ടുവന്ന ആശയാദർശങ്ങളോട്, ജീവിത കാഴ്ചപ്പാടിനോട് അവന്റെ ദേഹേച്ഛ, അവന്റെ ആഗ്രഹങ്ങൾ ഒത്തുവരുന്നത് വരെ എന്ന്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ അതിനെ ഇഷ്ടപ്പെടുവാൻ, അള്ളാഹുവിന്റെ റസൂൽ വെറുത്തതിനെ വെറുക്കുവാൻ, അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച് കാണിച്ചു തന്നതുപോലെ ജീവിക്കുവാൻ, അള്ളാഹുവിന്റെ റസൂൽ വെടിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ എപ്പോഴാണോ നമ്മൾ തയ്യാറാകുന്നത് ആ സമയത്താണ് വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് കയറി നിൽക്കുവാൻ നമുക്ക് കഴിയുക എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന് മാത്രമല്ല അന്ത്യപ്രവാചകനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്ന ഒരു ദൂതൻ മാത്രമല്ല, നമ്മുടെ മാതൃകാ പുരുഷനാണ് എന്ന്, ആ പ്രവാചകന്റെ ജീവിതത്തെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ടത് എന്ന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഈമാനിന്റെ രുചി അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുക. ഈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച 3 കാര്യങ്ങളിൽ ഒന്ന് അതാണ്. ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല. അല്ലാഹുവിനെ റബ്ബായിട്ട്, ഇസ്ലാമിനെ ദീനായിട്ട്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിട്ടും റസൂലായിട്ടും തൃപ്തിപ്പെടുന്നവൻ ആരോ അവനാണ് ഈമാനിന്റെ രുചി ആസ്വദിക്കുവാൻ എന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുവാൻ നമുക്ക് സാധിച്ചാലോ, റസൂലിന് വേണ്ടപ്പെട്ടവരായിട്ട് പരലോകത്ത് ആ റസൂലിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായിട്ട് മാറുക എന്നതായിരിക്കും സംഭവിക്കുക. നമ്മളൊക്കെയും കൊതിക്കുന്ന കാര്യമാണത്. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ആ റസൂലിന്റെ ചാരത്ത് ചെന്നണയണമെന്നത്, മഹ്ശറയിൽ വെച്ച് ആ റസൂലിന്റെ കൈകൾ കൊണ്ടോ ഹൗലുൽ കൗസറിൽ നിന്ന് പാനം ചെയ്യുവാൻ സാധിക്കണമെന്നത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ് എങ്കിൽ ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൽപ്പിക്കുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് അത് തെളിയിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ 10-ാം വർഷത്തിലോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായിട്ട് പറഞ്ഞയക്കുകയാണ്. അദ്ദേഹം തന്റെ ഒട്ടകപ്പുറത്തേറി മദീനയിൽ നിന്ന് യാത്ര തിരിക്കുന്ന വേളയിലോ ആ ഒട്ടകത്തിന്റെ കൂടെ നടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോ ഗൗരവതരമായ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു വിടവാങ്ങലിന്റെ സ്വരത്തിലോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ ബിമസ്ജിദി വഖബരി. അല്ലയോ മുആദ്, താങ്കൾ യമനിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു വേള എന്നെ കാണുവാൻ ഈ വർഷത്തിന് ശേഷം ഒരു വേള നിനക്കെന്നെ കണ്ടുമുട്ടുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നീ യമനിൽ പോയി തിരിച്ചു വരുമ്പോ ഒരു വേള എന്റെ ഈ പള്ളിയുടെയും എന്റെ ഖബറിന്റെയും ചാരത്തുകൂടിയായിരിക്കും മുആദേ നിനക്ക് നടക്കേണ്ടി വരിക. ഇത് കേട്ടുകൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്ത് അടുത്തിരിക്കുന്നുവല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തേങ്ങി കരയുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ മദീന പള്ളിയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി, ഇന്ന അഹ്ല ബൈതി ഹൗലായി യറൗന അന്നഹും ഔലൻ നാസി ബി. എന്റെ വീട്ടുകാർ അല്ലെങ്കിൽ എന്റെ കുടുംബക്കാർ, എന്റെ അഹ്ലു ബൈത്ത്, അവര് മനസ്സിലാക്കുന്നത്, അവർ ധരിച്ചിരിക്കുന്നത് അവർക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അവരാണ് എന്നാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അവരാണ് എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വ ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ. എന്നാൽ അങ്ങനെയല്ല, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ മുത്തഖികളായിട്ടുള്ള ആളുകളാണ്. മുത്തഖികളായിട്ടുള്ള ആളുകളാണ്. മൻ കാനു ഹൈസു കാനു. അവർ ആരാകട്ടെ, എവിടെയുള്ളവരാകട്ടെ, ഏത് നാട്ടിൽ എവിടെ ജീവിക്കുന്നവരാണ് എങ്കിലും എങ്ങനെയുള്ളവരാണ് എങ്കിലും ശരി, മുത്തഖികളാണോ അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുള്ള ജീവിതം എന്നതാണല്ലോ തഖ്വ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവർക്കാണല്ലോ മുത്തഖി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ളവരാണ് എങ്കിൽ, പ്രവാചകനോട് എനിക്ക് ഹബ്ബുണ്ട് എങ്കിൽ, ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ആ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സന്നദ്ധമാവുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്തിബാ ഇല്ലാതെ, ഇത്വാഅത്തില്ലാതെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുവാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് നമുക്കുണ്ടാകേണ്ടുന്ന സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായ സന്ദർഭത്തിലോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവതരിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത് എടുത്തു നോക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടോ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അൻസാരിയായ സ്വഹാബി അങ്ങോട്ട് കടന്നു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി വഅഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വഅഹബ്ബു ഇലയ്യ മിൻ വലദി. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എന്റെ മക്കളെക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ, എന്തിനേറെ എന്റെ സ്വന്തം ജീവനേക്കാൾ, ശരീരത്തെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് താങ്കളാണ്. വഇന്നി ലഅകൂനു ഫിൽ ബൈതി ഫഅദ്കുറക ഫമാ അസ്ബറ ഹത്താ ആതീക ഫഅൻളുറ ഇലൈക. അങ്ങനെയിരിക്കെ ഞാൻ എന്റെ വീട്ടിലാകുന്ന സമയത്ത് താങ്കളെ സംബന്ധിച്ച് ഓർമ്മ വന്നാൽ ഇവിടെ വന്നോ താങ്കളുടെ മുഖത്തേക്കൊന്ന് കണ്ണ് നിറയെ നോക്കുന്നത് വരെ മനസ്സമാധാനം ഉണ്ടാകാറില്ല. അതേസമയം ഞാൻ ഓർത്തുപോയി, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ വഫാത്തായി പോയാൽ, ഞാനും മരണപ്പെട്ടു പോയാൽ, താങ്കൾ സ്വർഗത്തിലെ മറ്റ് പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ സ്വർഗത്തിലെ ഉന്നതമായ വിധാനത്തിലായിരിക്കും. അതേസമയം ഞാൻ സ്വർഗത്തിൽ എത്തിപ്പെട്ടാൽ തന്നെയും സ്വർഗത്തിന്റെ താഴെ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ വെച്ച് താങ്കളെ കാണുവാൻ എനിക്ക് സാധിക്കുകയില്ലല്ലോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോ പ്രവാചക പ്രേമിയായ ആ സഹോദരനെ ആശ്വസിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വാക്കുകളില്ലായിരുന്നു. പ്രവാചകൻ മൗനം പാലിച്ചു. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതി കേൾപ്പിച്ചത്, വമൻ യുതഇല്ലാഹ വർ-റസൂല ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും യുതഇല്ല വർ-റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ, ഇവിടെ പറയുന്ന വിഷയം അല്ലെങ്കിൽ നടന്ന സംഭവം പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഖുർആൻ പറയുന്നതോ പ്രവാചക സ്നേഹമെന്നല്ല, പ്രവാചകനുള്ള അനുസരണമെന്നാണ്. അഥവാ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിനെയും അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ
വഹസുന ഉലൈക റഫീഖ. അവർ അള്ളാഹു ഇഷ്ടപ്പെട്ടവരായ, അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാരുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹുകളുടെ കൂടെയാണ്. വഹസുന ഉലൈക റഫീഖ. എത്ര നല്ല കൂട്ടുകാരാണവർ, എത്ര നല്ല കൂട്ടുകാരാണവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തെ സംബന്ധിച്ച് ധാരാളമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമുണ്ട് എങ്കിൽ രഹസ്യവും പരസ്യവുമായ നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ വൈയക്തിക ജീവിതത്തിലും, കുടുംബ ജീവിതത്തിലും, സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെയും അള്ളാഹുവിന്റെ പ്രവാചകന് പ്രാധാന്യം കൽപ്പിക്കുവാൻ, പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ എന്റെ മാതൃകാ പുരുഷൻ, എന്റെ റോൾ മോഡൽ ആ റസൂലാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് മറ്റാര് എന്ത് പറഞ്ഞാലും അവരെയൊക്കെ ഞാൻ അനുസരിക്കുന്നിടത്ത് ഒരു പരിധിയുണ്ടോ, അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും കൽപ്പനകൾക്ക് വിരുദ്ധമാകാത്ത കാലത്തോളം മാത്രമേ അത്തരം ഏതൊരാളെയും, ഏതൊരു നേതാവിനെയും ഞാൻ അനുസരിക്കുകയുള്ളൂ. ചോദ്യം ചെയ്യാതെ അനുസരിക്കാവുന്ന, അതുപോലെ തന്നെ അനിഷേധ്യനായ നേതാവ് എന്ന് പറയാവുന്ന വല്ല നേതാവും നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ആ അർത്ഥത്തിലോ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് പ്രിയമുള്ളവരെ പ്രവാചകരോടുള്ള സ്നേഹമുള്ളവരായിട്ട്, പ്രവാചകനെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കുക. ഞാൻ പറയുവാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി ആ പ്രവാചകനെ അനുസരിക്കുന്നതോടൊപ്പം നമ്മളൊക്കെ യഥാർത്ഥ പ്രവാചക സ്നേഹികളാണ് എങ്കിൽ സുപ്രധാനമായ മറ്റു ചില ബാധ്യതകൾ കൂടി ഈ കാലഘട്ടത്തിലോ ആ പ്രവാചകന്റെ വിഷയത്തിൽ നമുക്ക് നിർവഹിക്കുവാനുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത്. ലോകത്തിന് മുമ്പിലോ ആ പ്രവാചകന്റെ അതുല്യമായ ജീവിത മാതൃക ഒരു വിഭാഗം ആളുകൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ മഹത്തായ ആ മാതൃകയെ അവഹേളിക്കുവാൻ, ആ പ്രവാചകനെ നിന്ദിക്കുവാൻ, അതുപോലെ തന്നെ പ്രവാചകനെ ആക്ഷേപിക്കുവാൻ, ആ പ്രവാചകനെ യുദ്ധക്കൊതിയനായിക്കൊണ്ടോ, സ്ത്രീലമ്പടനായിക്കൊണ്ടോ, രക്തം ചിന്തുന്നവനായിക്കൊണ്ടോ, ഭീകരവാദിയായി, തീവ്രവാദിയായിക്കൊണ്ടൊക്കെ അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളോ വളരെ വ്യാപകമായ രൂപത്തിലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ധകാരങ്ങളുടെ ആഴക്കടലിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അറബികളെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കുകയും അവരെ ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളുടെ ഉടമകളാക്കുകയും ചെയ്തുകൊണ്ടോ മഹത്തായ ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ സാധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ത്രീകളുടെയും അടിമകളുടെയും അതുപോലെ തന്നെ അധസ്ഥിതരായ ആളുകളുടെയും എല്ലാം വിമോചനത്തിന് വേണ്ടി പണിയെടുത്ത പ്രവാചകനെ വളരെ വൃത്തികെട്ടവനായി ചിത്രീകരിക്കുന്ന, അങ്ങനെ തന്നെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് ചുറ്റും ഇന്ന് കാണുവാൻ സാധിക്കും. എന്നിട്ട് അതിനു വേണ്ടി വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും എല്ലാം വളരെ വികലമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും അതുപോലെ തന്നെ ക്രൂരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുകയും വിമർശനം എന്ന പരിധിയെല്ലാം വിട്ടുകൊണ്ട് ആക്ഷേപശകാരങ്ങളുടെയും അവഹേളനങ്ങളുടെയും നിന്ദയുടെയും എല്ലാം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്ത നാസ്തികരായ ആളുകളെ, ലിബറലിസ്റ്റുകളായ ആളുകളെ, യുക്തിവാദികളെ, അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികളെ, സയനിസ്റ്റുകളെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുപാടും നിലനിൽക്കുന്നു. മറുവശത്തോ ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് തന്നെ ആ പ്രവാചകന്റെ ചര്യക്കെതിരെ, പ്രവാചകന്റെ സുന്നത്തിനെതിരെ ശക്തമായ വെല്ലുവിളികൾ ഉയർന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ വാദപ്രകാരം പ്രവാചകൻ അവർക്കൊരു പോസ്റ്റ്മാനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാഹുവിൽ നിന്നോ എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം മാത്രമാണ് ആ പ്രവാചകനുള്ളത്. അതിലുപരി ആ ഖുർആൻ പിൻപറ്റുക എന്നതിലുപരി ആ റസൂലുള്ളാഹിയുടെ ജീവിതചര്യ നമുക്ക് മാതൃകയാക്കേണ്ടതില്ല. അതൊന്നും നമുക്ക് മാതൃകയല്ല. പ്രവാചകന്റെ സുന്നത്ത് നമുക്ക് പ്രമാണമല്ല. ഖുർആൻ മാത്രവാദികളായിക്കൊണ്ട് അതാണ് പ്രമാണം, ഏക പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായ ആളുകളെ, എന്നിട്ട് ഹദീസുകൾക്കെതിരെ, പ്രവാചകന്റെ സുന്നത്തിനെതിരെ വ്യാപകമായ രൂപത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയും വളർന്നു വരുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഇടയിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുപാടും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത് ഇനിയും ഒരു വിഭാഗമുണ്ടോ മുസ്ലിം സമുദായത്തിനകത്ത് എന്ന് നമ്മൾ ധരിക്കുമ്പോഴും സർവമത സത്യവാദികളായിക്കൊണ്ട് ആ പേരിൽ അവർ പറയുകയില്ല എങ്കിലും ഞങ്ങൾ സർവവേദ സത്യവാദികളാണോ എന്ന ഓമന പേരും സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളോ നമ്മൾ അറിയാതെ
വീണുപോകുന്ന രൂപത്തിലുള്ള ആരോപണങ്ങളോ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ സുന്നത്തിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിനെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തിന്റെ രീതി അതുപോലും വേണ്ടതില്ല. മൃഗബലി അത് ക്രൂരമാണ്. അങ്ങനെ ഒരു ബലി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിൽ അങ്ങനെയൊന്നില്ല. അതുകൊണ്ട് സമർപ്പണം മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടോ ചില പ്രത്യേകമായ വാദങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയ സർവവേദ സത്യവാദികളായ ആളുകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹദീസ് നിഷേധികളായ സർവവേദ സത്യവാദികളായ അതുപോലെ തന്നെ പ്രവാചകനെ അവഹേളിക്കുന്ന നാസ്തികരും ലിബറലിസ്റ്റുകളും യുക്തിവാദികളും ഒക്കെയായിട്ടുള്ള ആളുകൾ ഇതിനെല്ലാം പുറമെ ആ പ്രവാചകനെതിരെ സംഘപരിവാർ ശക്തികളിൽ നിന്നും മറ്റുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആക്ഷേപശകാരങ്ങൾ ഇതെല്ലാം നിലനിൽക്കുമ്പോ ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളായ നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ, എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനോട് ഹുബ്ബ് ഉണ്ടെങ്കിൽ ആ ഹുബ്ബ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്കൊന്നും എത്തിപ്പിടിക്കുവാൻ സാധിക്കാത്ത ഏതോ ഒരു അമാനുഷ്യ വ്യക്തിത്വമായിക്കൊണ്ട്, ഒരു അസാധാരണ മനുഷ്യനായിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ അവതരിപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് ഈ ആക്ഷേപശകാരങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ഈ ആക്ഷേപശകാരങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളെല്ലാം കേട്ടുകൊണ്ടോ അതിൽ സംശയാലുക്കളായി പോയ ആളുകളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകളെ എങ്ങനെ നീക്കുവാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് പ്രവാചകന്റെ വ്യക്തിത്വത്തെ സ്നേഹിക്കുക എന്നതാണ്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ വ്യക്തിത്വത്തെ എന്നതിലുപരി ആ പ്രവാചകന്റെ ശരീരത്തെ, പ്രവാചകന്റെ ജീവനെ വരെ സ്നേഹിക്കുവാൻ അവർക്ക് ബാധ്യതയുണ്ടായിരുന്നു. ശത്രുക്കൾ ആ പ്രവാചകനെ ആക്രമിക്കാതിരിക്കുവാൻ, പ്രവാചകനോ അപായം സംഭവിക്കാതിരിക്കുവാൻ സംരക്ഷണം ഒരുക്കുക എന്നത് സ്വഹാബത്തിന്റെ ബാധ്യതയായിരുന്നു. 14 നൂറ്റാണ്ടിപ്പുറത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ മുമ്പിൽ ജീവനോടുകൂടി ഇരിക്കുന്നില്ല എന്നിരിക്കെ പ്രവാചകന്റെ ജീവനെ സത്യനിഷേധികളിൽ നിന്നോ ഇസ്ലാം വിരോധികളിൽ നിന്ന് രക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ പോലെ ഉഹുദ് രണാങ്കണത്തിൽ നമ്മൾ കണ്ടതാണല്ലോ, ശത്രുക്കളെ പ്രവാചകനെ വളഞ്ഞ വേളയിലോ ആ പ്രവാചകന് ചുറ്റും വലയം തീർത്തുകൊണ്ടു, അല്ലെങ്കിൽ പ്രവാചകന്റെ 2 വശങ്ങളിലായി മനുഷ്യ മതിൽ തീർത്തുകൊണ്ടു അള്ളാഹുവിന്റെ റസൂലിനെ ശത്രുക്കളിൽ നിന്നോ തങ്ങളുടെ മുതുകുകളിലോ ശത്രുക്കളുടെ വെട്ടിനും കുത്തിനുമെല്ലാം അതിനെല്ലാമുള്ള പരിചയാക്കി മാറ്റിക്കൊണ്ടു പ്രവാചകന്റെ ജീവനെ സംരക്ഷിച്ച സ്വഹാബത്തിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ പ്രവാചകന്റെ ജീവനെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. അതേസമയം മറ്റൊരു ഉത്തരവാദിത്വമുണ്ടോ, പ്രവാചകന്റെ വ്യക്തിത്വം അവഹേളിക്കപ്പെടുമ്പോ, ആ പ്രവാചകൻ നിന്ദിക്കപ്പെടുമ്പോ അതിനെതിരെ പ്രതിരോധം തീർക്കുക എന്ന് പറയുന്ന മഹത്തായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് വേണം പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലോ പ്രവാചകനോടുള്ള ഹുബ്ബ് നമ്മൾ പ്രകടിപ്പിക്കുവാൻ. അതുപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്ത് അവഹേളിക്കപ്പെടുമ്പോ, അതല്ല എങ്കിൽ പ്രവാചകന്റെ സുന്നത്തോ പ്രവാചക ചര്യ ഇസ്ലാമിലെ 2ാമത്തെ പ്രമാണമല്ല എന്ന് പറയപ്പെടുമ്പോ, ഇസ്ലാമായില്ല എങ്കിലും മുസ്ലിങ്ങളായില്ല എങ്കിലും മുൻ വേദങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ടോ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും എല്ലാം കൈവശം ഇന്ന് നിലവിലുള്ള ബൈബിളിന്റെ പുതിയതും പഴയതുമായ നിയമങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി ഒരാൾക്ക് സ്വർഗം ലഭിക്കുവാൻ, പരലോക മോക്ഷം ലഭിക്കുവാൻ എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങളുമായിട്ട് ആളുകളോ മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് തന്നെ രംഗത്ത് വരുമ്പോ അതല്ല അവരോട് ആർജവത്തോടു കൂടി പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ. ഒന്നുകിൽ ഇസ്ലാം അംഗീകരിക്കുക പൂർണ്ണമായിട്ടും, അല്ല എങ്കിലോ ആ ഇസ്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തുറന്നു പറയുവാനുള്ള ധൈര്യം കാണിക്കുക. ഒരിക്കലും സത്യത്തെ അസത്യവുമായിട്ട് കൂട്ടിക്കുഴക്കാതിരിക്കുക എന്ന യാഥാർത്ഥ്യം അവരോട് തുറന്നു പറയുവാൻ, അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമല്ലാത്ത രൂപത്തിലോ രണ്ടിനുമിടയിൽ നിലകൊള്ളുന്ന എന്ന് വിശുദ്ധ ഖുർആൻ ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ അപ്പുറത്തുമല്ല ഇപ്പുറത്തുമല്ല, അങ്ങനെയുള്ള ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്ന കപടമായ നിലപാട് സ്വീകരിക്കുന്നവരായ ആളുകളോട് യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് തുറന്നു പറയേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും സമാധാനത്തിന്റെയും ജീവിത വിശുദ്ധിയുടെയും എല്ലാം പ്രതീകമായിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ ജീവിത മാതൃക അത് നിരന്തരമായിട്ട് പ്രബോധനം ചെയ്യുവാൻ, ആ പ്രവാചകനെ സംബന്ധിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുവാൻ, അതുപോലെ തന്നെ പ്രവാചക മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആളുകൾക്ക് അതിന്റെ മാതൃക ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ, ആ പ്രവാചകൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങളും ലേഖനങ്ങളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുമ്പോ അതിന്റെ മറുവശങ്ങളോ കണ്ടെത്തിക്കൊണ്ടോ അത് പ്രചരിപ്പിക്കുവാൻ, അങ്ങനെ നമ്മുടെ ചുറ്റുപാടോ ഒരാളെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകനെ തെറ്റിദ്ധരിച്ചവരായിട്ടുണ്ട് എങ്കിൽ അവരിലേക്കും
അതിന്റെ യഥാർത്ഥ മാതൃക അല്ലെങ്കിൽ യഥാർത്ഥ മുഖം എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതില്ലേ? നമ്മുടെ ചുറ്റുപാടും അള്ളാഹുവിന്റെ റസൂലിനെ തെറ്റിദ്ധരിച്ചവരായ പ്രവാചകൻ സ്ത്രീലമ്പടനാണ്, കണ്ടമാനം പെണ്ണ് കെട്ടിയവനാണോ, അതുപോലെ തന്നെ യുദ്ധക്കൊതിയനാണോ, രക്തക്കൊതിയനാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ വളരെ വികൃതമായ രൂപത്തിൽ ആ പ്രവാചകനെ സംബന്ധിച്ച് ആളുകൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇതൊന്നുമല്ല പ്രവാചകൻ. അത് നമുക്ക് മാതൃകയാണ്. ലോകത്ത് തുല്യതയില്ലാത്ത, എല്ലാം തികഞ്ഞ അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണനായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂല് മാത്രമാണോ എന്ന യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? മഹാനായ സ്വഹാബിവരൻ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉഹുദ് രണാങ്കണത്തിലോ രക്തസാക്ഷിയാകുവാൻ നേരം അദ്ദേഹം പ്രകടിപ്പിച്ച ഒരു ഉത്തരവാദിത്ത ബോധമുണ്ട്, പ്രവാചക സ്നേഹമുണ്ട്. അതാണ് ഇത്തരണത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത്. ഉഹുദ് യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലോ വിശ്വാസികൾക്ക് തിരിച്ചടിയാണ് നേരിട്ടത് എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഉഹുദ് യുദ്ധം അവസാനിച്ച ഘട്ടത്തിലോ അല്ലാഹുവിന്റെ റസൂൽ മഹാനായ സ്വഹാബി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ടോ, അല്ലയോ സെയ്ദ്, ഇബ്ഹസ് അൻ സഅദ് ബിൻ റബീഅ ബൈനൽ ഖത്ലാ ഫി ഉഹദ്, ഉഹദിൽ രക്തസാക്ഷികളായ ആളുകൾക്കിടയിൽ താങ്കൾ ചെന്ന് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിക്കുക. എന്നിട്ടോ ഫൈൻ അദ്റക്തഹു ഫഖറഉഹു ലഹു ഫഖറഉ ബിഹി മിന്നി അസ്സലാം, താങ്കൾ അദ്ദേഹത്തെ ജീവനോടുകൂടി ആ രക്തസാക്ഷികൾക്കിടയിൽ കണ്ടുമുട്ടുകയാണ് എങ്കിൽ അദ്ദേഹത്തോട് എന്റെ സലാം താങ്കൾ പറയണം എന്ന് മാത്രമല്ല, വഖുല്ലഹു, താങ്കൾ അദ്ദേഹത്തോട് പറയണം, യഖൂലു ലക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ താങ്കളോട് ചോദിക്കുന്നുണ്ട്, കൈഫ തജിദുക, എന്താണ് ഇപ്പോൾ താങ്കളുടെ അവസ്ഥ എന്ന്. ഐ കൈഫ ഹലുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഞാൻ ചോദിച്ചതായിട്ട് കൂടി സെയ്ദെ താങ്കൾ അദ്ദേഹത്തോട് ചോദിക്കണം. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ ചെന്നു രക്തസാക്ഷികളായി കിടക്കുന്ന 10-70ഓളം വരുന്ന സ്വഹാബത്ത് അവർക്കിടയിൽ ഓരോരുത്തരെയും പരിശോധിക്കുകയാണ്. അപ്പോഴുണ്ട് അവസാന ശ്വാസം വലിക്കുന്ന അവസ്ഥയിൽ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഒരിടത്ത് കിടക്കുന്നു. രക്തമംഗലമായ അവസ്ഥയിലാണ്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹമുള്ളത്. അവിടെ ചെന്നുകൊണ്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സലാമുണ്ട് എന്ന്. ആ സമയത്ത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, വഅലാ റസൂലില്ലാഹി വഅലൈക്കസ്സലാം, അല്ലാഹുവിന്റെ റസൂലിനും അങ്ങേക്കും എന്റെ സലാം. വഖുല്ലഹു, എന്ന് മാത്രമല്ല താങ്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം, ഇന്നി വല്ലാഹി ലഅജിദു റിഹൽ ജന്ന, അല്ലാഹുവാണ് സത്യം, ഞാനിപ്പോൾ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞതായി താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയണം എന്ന് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് കിടക്കുന്ന ആ അവസ്ഥയിലോ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിക്കുകയാണ്. എന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും സാധിക്കാത്ത ആ അവസാന ഘട്ടത്തിലോ അദ്ദേഹം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, യാ സെയ്ദ് ബല്ലി ഖൗമി മിനൽ അൻസാരി അസ്സലാം, താങ്കൾ പോയിട്ട് എന്റെ അനുചരന്മാരായ അല്ലെങ്കിൽ എന്റെ ബറ്റാലിയനിൽപ്പെട്ട അൻസാറുകളായ എന്റെ സഹോദരന്മാരോട് എന്റെ സലാം താങ്കൾ അറിയിക്കണം എന്ന് മാത്രമല്ല, വഖുല്ലഹും, താങ്കൾ അവരോട് പറയണം, ലാ ഉദ്റ ലക്കും ഇൻ ഖുലിസ ലാ ഉദ്റ ലക്കും لا عذر لكم عند الله إن خلص إلى رسول الله صلى الله عليه وسلم مكروه وفيكم عين تترف. لا عذر لكم عند الله, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വഴികഴിവും പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇൻ ഖുലിസ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്റൂഹൻ, അല്ലാഹുവിന്റെ പ്രവാചകന് അരുതാത്തത് വല്ലതും സംഭവിച്ചാൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവൻ അപായപ്പെട്ടു പോയാൽ പിന്നെ അല്ലാഹുവിന്റെ അടുക്കലോ ഒരു വഴികഴിവും പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വഫീകും ഐനുൻ തത്രിഫു, നിങ്ങളുടെ ശരീരത്തിൽ കണ്ണിമ വെട്ടുവാൻ മാത്രമുള്ള ആരോഗ്യത്തിന്റെ ജീവന്റെ ഒരു അംശമെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവന് ഒന്നും സംഭവിക്കുവാൻ പാടില്ലാത്തതാണ്. അഥവാ നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കെ ആ അവസ്ഥയിലെങ്കിലും, നിസ്സഹായമായ അവസ്ഥയിലെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കെ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലതും സംഭവിച്ചു പോയാൽ ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ പിന്നെ ഒരു വഴികഴിവ് പറയുവാനും നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രവാചക വ്യക്തിത്വത്തെ എതിരാളികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലോ ഈ രൂപത്തിലാണോ ഈ മഹാന്മാരായ സ്വഹാബിമാര് പണിയെടുത്തത് എങ്കിലോ, പ്രവാചകന്റെ ജീവനെ സംരക്ഷിക്കുന്നിടത്തോ ഇങ്ങനെയാണ് അവർ കഠിനാധ്വാനം ചെയ്തത് എങ്കിൽ, ഇന്ന് ആ പ്രവാചകന്റെ വ്യക്തിത്വം അവഹേളിക്കപ്പെടുമ്പോ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചതുപോലെയുള്ള ഒരു ഉത്തരവാദിത്വബോധം, ഒരു പ്രവാചകനോടുള്ള ഒരു സ്നേഹം
അത് പ്രകടിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയില്ലേ? ഈ തിരൂര് പ്രദേശത്തോ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ടോ ഇസ്ലാമിന്റെ വക്താക്കളായിട്ടോ മുസ്ലിങ്ങളായിട്ട് അറിയപ്പെടുന്ന അവസ്ഥയിൽ നമ്മളെവിടെ ജീവിച്ചിരുന്നിട്ടോ അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ കണ്ണിലുണ്ണിയായ അള്ളാഹുവിന്റെ റസൂൽ അവഹേളിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടോ അതിനൊരു മറുപടി കൊടുക്കുവാൻ, ആ അവഹേളിക്കപ്പെട്ടതിനെ അങ്ങനെ അതാ ശരിയാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളോട് ചെന്നൊന്ന് സംസാരിക്കുവാൻ, ഇതല്ല അള്ളാഹുവിന്റെ റസൂൽ, അതേ അവിടത്തെ യഥാർത്ഥ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലോ പിന്നെ നമ്മൾ എന്ത് പ്രവാചക സ്നേഹികളാണ്? അതുകൊണ്ട് ഈ കാലഘട്ടത്തിലോ പ്രവാചക സ്നേഹത്തെ ഇങ്ങനെ വായിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിന്റെ അവസാന ആയത്ത് അതാണ് തുടക്കത്തിൽ ഞാൻ ഓതിക്കേൽപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസ്വാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൈകൊള്ളുക, സ്വബർ കൈകൊള്ളുക. വസ്വാബിറൂ, ആ സ്വബറിൽ നിങ്ങൾ മറ്റുള്ളവരെ കവച്ചു വെച്ച് മുന്നേറുകയും ചെയ്യുക. വറാബിതു, നിങ്ങൾ ജാഗ്രതയുള്ളവരാവുക. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. ഞാൻ വിശദീകരിക്കുകയില്ല. ഇവിടെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ടോ, വറാബിതു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശത്രുക്കളോ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് കടന്നു വരുവാൻ വല്ല പഴുതുകളും ഉണ്ട് എങ്കിലോ വല്ല ഊടുവഴികളും ഉണ്ട് എങ്കിലോ അവിടെ പരിശീലനം സിദ്ധിച്ച കുതിരയെയും കൊണ്ടോ കാവലിരിക്കുന്നതിനാണോ വറാബിതു എന്ന പ്രയോഗം, അല്ലെങ്കിൽ മുറാബത്തുൽ ഖൈൽ എന്ന് അറബിയിൽ പറയാറുള്ളത്. ആ പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇസ്ലാമിനെതിരായ യുദ്ധം സായുധമായി കൊള്ളണമെന്നില്ല. അത് പലപ്പോഴും നിയമം ഉപയോഗിച്ചുകൊണ്ടോ അധികാരം ഉപയോഗിച്ചുകൊണ്ടോ സംഘപരിവാർ ശക്തികൾ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെയുള്ള ഇസ്ലാം വിരുദ്ധ നിയമങ്ങൾ, മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടായിരിക്കാം. അതല്ല എങ്കിലോ പണം വാരി വലിച്ചെറിഞ്ഞുകൊണ്ടോ മാസ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടായിരിക്കാം, മസ്തിഷ്ക പ്രക്ഷാളത്തിലൂടെയായിരിക്കാം, സാംസ്കാരികമായ ആക്രമണത്തിലൂടെയായിരിക്കാം. വിവിധങ്ങളായ രൂപത്തിലോ ഇസ്ലാമിനും ആ ഇസ്ലാമിന്റെ പ്രവാചകനുമെതിരായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന് മുമ്പിലോ മുറാബത്ത് കൈകൊള്ളുവാൻ, ജാഗരൂകരായിരിക്കുവാൻ, അതിനെ പ്രതിരോധിക്കുവാൻ, ശത്രുക്കൾക്ക് മറുപടി കൊടുക്കുവാനുള്ള ബാധ്യത ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ എന്ന നിലക്കോ എനിക്കും നിങ്ങൾക്കുമുണ്ടോ? അതിന് നമ്മൾ സന്നദ്ധമാകുന്നുവെങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങളാണ് വിജയികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എങ്കിലോ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി കാലികമായി നമുക്കുള്ള ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. യഹലോക ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ കാണുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. നാളെ പരലോകത്തെങ്കിലും ആ പ്രവാചകനോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് ഒരിറ്റ് കുടിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കണമെങ്കിൽ ആ പ്രവാചകനാൽ സ്നേഹിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇഹലോക ജീവിതത്തിൽ കാണുവാൻ കൊതിച്ച ചില ആളുകളുണ്ട്. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഇഷ്തഖ്തുൽ ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ കാണുവാൻ എനിക്ക് കൊതിയാകുന്നു എന്ന്. അത് കേട്ട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അവലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളല്ലയോ അങ്ങയുടെ ഇഖ്വാൻ, ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ? അള്ളാഹുവിന്റെ റസൂൽ അതിന് കൊടുത്ത മറുപടി, ലാ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സഖാക്കളാണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. അമ്മാ ഇഖ്വാനി, എന്നാൽ എന്റെ സഹോദരന്മാർ എന്തുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത് ഖൗമുൻ ഫഖൗമുൻ യഅതൂന മിൻ ബഅദി യുഅ്മിനൂന ബി വലാ യറൗനി, എന്റെ കാലശേഷം വരാനിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അവർ എന്നിൽ വിശ്വസിക്കും, എന്നെ കാണാതെ തന്നെ.
ഞാൻ പറഞ്ഞത് കേട്ട് അല്ലെങ്കിൽ ആ പറഞ്ഞതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ടു എന്നെ കാണാതെ തന്നെ എന്നിൽ വിശ്വസിച്ച് ഞാൻ നിലകൊണ്ട ദീനിന് വേണ്ടി നിലകൊള്ളുന്നവരാരോ അവരാണ് എന്റെ ഇഖ്വാൻ. അവരെ കാണുവാൻ എനിക്ക് കൊതിയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുവാൻ കൊതിച്ച ആ നല്ലവരായ ഇഖ്വാനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ആ പ്രവാചകന്റെ ചാരത്ത് സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹുകളുടെയും എല്ലാം അടുക്കൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് രോഗം കാരണം വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് അല്ലാഹുവിലേക്ക് യാത്രയായ എത്രയോ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഅഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ എല്ലാം കബറിടം വിശാലമാക്കി കൊടുക്കുകയും നമ്മയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾ അവരാണ് നമ്മുടെ കൺകുളിർമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഇസ്ലാം വിരുദ്ധ ശക്തികളിൽ നിന്നും അതുപോലെ തന്നെ പ്രവാചക വിരോധികളിൽ നിന്നും അവരാരെല്ലാം സ്വാധീനിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിലെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആസന്നമായ വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജ്അലിൽ ജന്നത മഅബാഹും. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين برحمتك يا أرحم الراحمين.